മോത്തി ഏറെ കോളിളക്കം സൃഷ്ടിച്ച നെയ്യാറ്റിൻകര സമാധി കേസിന് ഇന്നൊരു പര്യവസാനം ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം ഇന്ന് അല്പസമയത്തിനകം കുടുംബത്തിന് കൈമാറുമെന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. പ്രാഥമികമായിട്ടുള്ള പരിശോധനകളൊക്കെ പൂർത്തിയായിട്ടുണ്ടായിരുന്നു. അതായത് ശരീരത്ത് മുറിപ്പാടുകളോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരികയാണ്. അതിൻ്റെ ഒരു റിപ്പോർട്ട്, പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് ഒരല്പനിമിഷത്തിനകം തന്നെ അത് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതിനുശേഷം ശാസ്ത്രീയ അടിത്തറയിൽ ഊന്നിയ മറ്റു റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ തന്നെ ഒരാഴ്ചക്കകം പുറത്തു വരികയും ചെയ്യും. അപ്പോൾ ഈ മരണം എങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക? കുടുംബം പറഞ്ഞതുപോലെ തന്നെ സ്വർഗ്ഗവാതിൽ ഏകാദശി ദിവസം അത്തരത്തിൽ സമാധി ഇരുത്തിയതാണോ അല്ലെങ്കിൽ അതൊരു സ്വാഭാവിക മരണമായിരുന്നോ? ആ കാര്യങ്ങൾ കൂടെയാണ് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം വരുമ്പോൾ അറിയാൻ സാധിക്കുക. ഇനി അഥവാ അസ്വാഭാവിക മരണമാണെങ്കിൽ അത് മനഃപൂർവ്വമുള്ള നരഹത്യയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുമെന്നുള്ളതാണ്. പലപ്പോഴും ഈ കുടുംബത്തിന്റെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളാണ് ഈ കേസിനെ ഇത്രത്തോളം കൊണ്ടിഴക്കുകയും അത് ഹൈക്കോടതി ഏതായാലും ഇതിലേക്ക് ഒരു വ്യക്തത ഉണ്ടാവട്ടെ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ ഇക്കാര്യത്തിൽ ഒരു ദുരൂഹത മാറിക്കിട്ടും.